ശ്ലോകം 10. യോഗീന്ദ്രാണാം ത്വദംഗേഷു അധികസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥാതേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ കൃഷ്ണ കാരുണ്യ സിന്ധോ കൃഷ്ണ ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹ ലക്ഷ്മീ പ്രതിശതു പരമാനന്ദ സന്തോഹ ലക്ഷ്മീ. യോഗീന്ദ്രാണാം, യോഗിശ്രേഷ്ഠന്മാർ. യോഗം എന്ന് പറഞ്ഞാൽ ഭഗവാനുമായി ചേർന്നിരിക്കുന്ന അവസ്ഥ. യുജ് എന്ന് പറയുന്ന ഒരു ധാതുവിൽ നിന്നാണ് അത് വരുന്നത്. യോജിക്കുക, യോജിക്കുക. ചിന്മയാനന്ദ സ്വാമി എപ്പോഴും പറയും ഡിറ്റാച്ച് ആൻഡ് അറ്റാച്ച്. ഈ ലൗകിക വിഷയങ്ങളിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് ഭഗവാനോട് അറ്റാച്ച് ചെയ്യൂ. എപ്പോഴും ഗീതാജ്ഞാനയജ്ഞത്തിൽ അദ്ദേഹം പറയുന്നതാണ്. ആരൊക്കെയാണ് യോഗി ശ്രേഷ്ഠന്മാർ? ജാഗ്രത അവസ്ഥയിൽ നമുക്കെല്ലാം ലൗകിക ചിന്തകളാണ്, വിഷയചിന്തകളാണ്. അവർക്കതില്ല. വിഷയങ്ങളുടെ മധ്യത്തിലാണ് ഇരിക്കണമെങ്കിലും ആ ചിന്തയില്ലാണ്ട് ഭഗവത് ചിന്തയിൽ തന്നെ ഇരിക്കാൻ സാധിക്കുന്നു. അവർക്ക് അജ്ഞാനം എന്നൊന്നില്ല. അതാണ് നമുക്കൊക്കെ രാത്രിയിൽ ഉറങ്ങുന്ന ആ സമയത്ത് സുഷുപ്തിയിൽ നമ്മുടെ ജീവാത്മാവ് പോയി അജ്ഞാനത്തിലാണ്, അജ്ഞാനമാകുന്ന കാരണശരീരത്തിലാണ് പോയിരിക്കുന്നത്. അവർക്കതില്ല. അവരുടെ ബുദ്ധി എപ്പോഴും മാറി നിന്ന് ഈ പരമാനന്ദത്തിനെ അനുഭവിക്കുന്നു. അത് ജാഗ്രത അവസ്ഥയായാലും ശരി, സുഷുപ്തി അവസ്ഥയായാലും ശരി, രണ്ടവസ്ഥകളിലും ഭഗവാനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അവർ. അപ്പോൾ നമ്മളും അതുപോലെ ആവണം. എന്തു ചെയ്യണം? സ്വരൂപാനന്ദം, ഭഗവാന്റെ സ്വരൂപത്തിനെ വീണ്ടും വീണ്ടും നോക്കി. ഇപ്പോൾ നമ്മൾ എപ്രകാരം വർണ്ണിച്ചുവോ കേശാദിപാദം, ആ സ്വരൂപത്തിനെ വീണ്ടും വീണ്ടും നോക്കി ആ ആനന്ദം, സ്വരൂപാനന്ദം അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം. ആ ബുദ്ധി ഒരിക്കലും വിട്ടുനിൽക്കരുത്. ആചാര്യന്മാർ പറയും, നമ്മുടെയും ബുദ്ധി രാത്രിയിൽ മനസ്സാണ് കാരണശരീരത്തിൽ പോയിരിക്കുന്നത്. ബുദ്ധി പരമാത്മാവിൻ്റെ അടുത്ത് പോയിരിക്കണു. പരമാത്മാവിൻ്റെ ഏറ്റവും അടുത്തിരുന്ന് പരമാത്മാവ് സാക്ഷിഭാവത്തിൽ നമ്മൾ ഉറങ്ങുന്നതിനെ നോക്കിക്കൊണ്ട് നിൽക്കണു. പരമാത്മാവാണ് നമുക്ക് ആനന്ദത്തിനെ പ്രദാനം ചെയ്യുന്നത്. ആ അറിവ് ഈ ബുദ്ധിക്ക് കിട്ടുന്നു. സുഖമായി ഉറങ്ങി എന്ന അറിവ് പരമാത്മാവിൽ നിന്ന് അടുത്തു നിൽക്കുന്ന ബുദ്ധിക്ക് കിട്ടുന്നു. രാവിലെ ആകുമ്പോഴോ ബുദ്ധിയാണ് പറയുന്നത്, ഞാൻ സുഖമായി ഉറങ്ങി, ഞാനൊന്നും അറിഞ്ഞില്ല. എന്തുകൊണ്ട്? മനസ്സ് ലയിച്ചിരുന്നു. മനസ്സാണെല്ലാം അറിയുന്നത്. അപ്പോൾ ആ വിധത്തിൽ ആ യോഗികളെ പോലെ തന്നെ നമ്മുടെ ബുദ്ധി എപ്പോഴും ഈ ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ നമുക്കും യോഗികളാവാൻ. യോഗികൾ എന്ന് പറഞ്ഞ് ഒരു പ്രത്യേകം ഒരു കൂട്ടരുണ്ട് എന്ന് വിചാരിക്കരുത്. നമ്മൾ ശ്രമിച്ചാൽ നമ്മളും ആ അവസ്ഥയിൽ എത്തിച്ചേരുന്നു, യാതൊരു സംശയമില്ല. യോഗീന്ദ്രാണാം ത്വദംഗേഷു അധിക സുമധുരം. ഹേ ഭഗവൻ, അങ്ങയുടെ ഈ അവയവങ്ങൾ ഇപ്പോൾ പറഞ്ഞുവല്ലോ, കേശാദിപാദം അവയവങ്ങളെ വർണ്ണിച്ചു. ആ അവയവങ്ങളിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അധിക സുമധുരം, ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നത്, മധുരത്തെ പ്രദാനം ചെയ്യുന്നത്. യോഗികളെ സംബന്ധിച്ച് അവർക്ക് വേറൊന്നില്ല. പാദമൂലം മാത്രമാണെന്നർത്ഥം. പാദം മുഴുവൻ പോലുമില്ല. പാദത്തിൻ്റെ മൂലം, അടിഭാഗം, ഉള്ളംകാലാണ്
അവർ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് മെല്ലെ മെല്ലെ ഭക്തന്മാരും തുടങ്ങിയിട്ടുണ്ട്. മുക്തിഭാജാം നിവാസോ, മുക്തന്മാരായിട്ടുള്ള ഭക്തന്മാർ അവർ പ്രാരബ്ധത്തിന് ശേഷം സ്ഥൂലശരീരത്തിനെ വലിച്ചെറിഞ്ഞ് ഭഗവാനെ പ്രാപിക്കുന്നു. അവർ നിവസിക്കുന്നത് ഈ പാദമൂലത്തിലാണ്. ഭക്തന്മാരിപ്പോൾ ഇവിടെ ഇരിക്കണു. അവർക്ക് പോകാറായിട്ടില്ല, പ്രാരബ്ധം അവസാനിച്ചിട്ടില്ല. അവർക്ക് പല ആഗ്രഹങ്ങളുണ്ട്. കാമവർഷ ദ്യുതരുപിഫലയം, അവരുടെ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതിനെ ഈ ഉള്ളങ്കാൽ വർഷിച്ചുകൊണ്ടിരിക്കുന്നു. ഏതുപോലെ? ആ ദ്യുതരുവിനെ പോലെ, പാരിജാതത്തിനെ പോലെ എന്തെന്ന് നാം ആഗ്രഹിക്കുന്നുവോ അതിനെ തന്നുകൊണ്ടിരിക്കുന്നു. ഹേ ഭഗവൻ, അങ്ങനെയുള്ള പാദങ്ങൾ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ആ പാദങ്ങളിൽ പാദമൂലം അത്യധികം ശ്രേഷ്ഠമായിട്ടുള്ളത്. ആ പാദമൂലവും ഭക്തന്മാർക്ക് അവരുടെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിക്കുന്നതാണ്. ഹേ ഭഗവൻ, നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ, അതെന്നും എൻ്റെ ഈ ഉള്ളിൽ മനസ്സിൽ തെളിഞ്ഞ് പ്രകാശിക്കണമേ. ഞാനത് എവിടെയും നോക്കില്ല. ആ പാദമൂലം എനിക്ക് എന്നും എൻ്റെ ഈ ഹൃദയത്തിൽ കണ്ണടച്ചാലും കാണാൻ സാധിക്കണമേ. എന്തിനു വേണ്ടി? ഹൃത്വാ നിശേഷതാവാൻ, എന്തെല്ലാം ദുഃഖങ്ങൾ എനിക്കുണ്ടോ ആ ദുഃഖങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ട് ആദിഭൗതികം, ആധ്യാത്മികം, ആദിദൈവികമാവുന്ന ആ മൂന്ന് താപങ്ങളെയും നശിപ്പിച്ചുകൊണ്ട് പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീം, ഹേ ഭഗവൻ, എനിക്ക് ആ ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രവാഹം ഈ പാദങ്ങളിൽ നിന്ന്, പാദത്തിൻ്റെ ഉള്ളങ്കാലിൽ നിന്ന്, പാദമൂലത്തിൽ നിന്ന് കിട്ടട്ടെ. അതിനായിട്ട് എന്നെ അനുഗ്രഹിക്കണേ. ഹേ കൃഷ്ണ, കർഷതി ഇത് കൃഷ്ണ, നമ്മളെ ആകർഷിക്കുന്നവനാണ് കൃഷ്ണൻ. എല്ലാവരും ആ ഭഗവാന്റെ മനോഹര രൂപം കണ്ടാൽ ആകൃഷ്ടരായിത്തീരും, ഒരു സംശയമില്ല. കൃഷ്ണ, അങ്ങയുടെ ആകർഷണ വലയത്തിൽ ഞാൻ പെട്ടിരിക്കുന്നു. കാരുണ്യസിന്ധോ, അങ്ങ് എല്ലാവരിലും കരുണ ചെയ്യുന്നവരാണ്. ദുഷ്ടന്മാരായിട്ടുള്ളവർക്ക് പോലും അങ്ങ് മോക്ഷത്തെ കൊടുക്കുന്നു. പിന്നെ ഭക്തന്മാരുടെ കാര്യം പറയണോ? കാരുണ്യസിന്ധോ പവനപുരപതേ, പവനനാൽ നിർമ്മിക്കപ്പെട്ട പുരത്തിൻ്റെ പതിയായിരിക്കുന്ന ഹേ ഭഗവൻ. ഗുരുവായൂരപ്പ എവിടെയിരിക്കണോ? എൻ്റെ ഉള്ളിൽ. പവനപുരപതേ, പവനൻ പ്രാണൻ, പ്രാണൻ്റെ പുരം എൻ്റെ ശരീരം, എൻ്റെ ശരീരത്തിലെ പതി ആത്മാവ്. എൻ്റെ ആത്മാവായിട്ട് ഇരിക്കുന്നു, എല്ലാവരുടെയും ആത്മാവായിട്ടിരിക്കുന്നു. അഹമാത്മാ ഗുഡാകേശ സർവഭൂത ആശയസ്ഥിത, ഭഗവാൻ ഗീതയിൽ വ്യക്തമായിട്ട് പറഞ്ഞു. എല്ലാവരുടെയും ഉള്ളിൽ ഇരിക്കുന്നതായ ആ ഭഗവാൻ, ആ ഭഗവാനെയാണ് നമുക്ക് പ്രാപിക്കേണ്ടത്. പാദമൂലത്തിൽ നിന്ന് തുടങ്ങിക്കോളൂ. കേശാദിപാദം, പാദാദികേശം, ആ ഭഗവാന്റെ രൂപം വീണ്ടും വീണ്ടും മനസ്സിൽ ധ്യാനിക്കൂ. ഏത് ഭാഗമാണ് ഉറയ്ക്കുന്നത് ആ ഭാഗം മതി. ആ ഭാഗത്തിൽ മുഖമാണെങ്കിൽ മുഖം, പാദമാണെങ്കിൽ പാദം, ഏതായാലും വിരോധമില്ല. വീണ്ടും വീണ്ടും ആ ഭഗവാനെ ധ്യാനിക്കൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാകും. അടുത്തത് 11. അജ്ഞാത്വാദേ മഹത്വം യദിഗ നിഗദിതം വിശ്വനാഥാക്ഷമേധാ സ്തോത്രം ചെയ്തൽ സഹസ്രോത്തരമധികതരം ത്വൽപ്രസാദായ ഭൂയാ
വേദാ നാരായണീയം ശ്രുതിഷു ജനുഷാ സ്തുത്യതാ വർണ്ണനേന സ്ഫീതം ലീലാവതാരേ ഇദമിഹ കുരുതാം ആയുരാരോഗ്യ സൗഖ്യം ആയുരാരോഗ്യ സൗഖ്യം. കൃഷ്ണ. അജ്ഞാത്വാ തേ മഹത്വം. ഹേ ഭഗവൻ, അങ്ങയുടെ മാഹാത്മ്യം എനിക്കറിയില്ല, എൻ്റെ ബുദ്ധിക്ക് അറിയില്ല. എന്തുകൊണ്ട്? ഈ ബുദ്ധി ജഡമാണ്. ജഡമായ ബുദ്ധിക്ക് അപ്പുറത്തുള്ളതായ ജ്ഞാനമാണിത്. ചിന്മയാനന്ദ സ്വാമി എപ്പോഴും തൻ്റെ ഗീതാ ക്ലാസ്സുകളിൽ പറയുന്ന ഒരു കഥയുണ്ട്. വലിയൊരു നമ്പൂതിരി, വലിയ ഇല്ലത്തെ നമ്പൂതിരി, വലുതായ കൊട്ടാരം പോലെയുള്ള വീട്, ഏക്കർ കണക്കിനുള്ളതായ സ്ഥലങ്ങൾ, അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് ഒരു കാര്യസ്ഥൻ. അപ്പോൾ ഭാര്യയും മകനും അവർ രണ്ടുപേരും ഇല്ലത്ത് പോയിരിക്കുന്നു. ആ ഇല്ലത്ത് പോയിരിക്കുന്ന ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ കാര്യസ്ഥൻ ഓടി വന്നു. ഒരു സന്ധ്യ നേരത്താവുന്നു. തിരുമേനി, ഞാൻ എൻ്റെ മകളുടെ കാര്യം പറഞ്ഞല്ലോ. എന്ത് കാര്യം? മകളുടെ കല്യാണത്തിൻ്റെ കാര്യം അങ്ങോട്ട് പറഞ്ഞു സമ്മതിച്ചു. അടുത്ത ആഴ്ചയാണ്. അതിന് ഞാൻ പണം തന്നില്ല. പണം തരാണ്ടേ അല്ല, വീട്ടിൽ ആൾക്കാർ വരില്ലേ, അവർക്ക് ആഹാരം കൊടുക്കണ്ടേ, അതിന് കുറച്ച് പാത്രം വേണം. അത് പറയാനാണ് ഞാൻ അങ്ങയുടെ അടുത്ത് വന്നത്. അത്രേ ഉള്ളൂ. രാംകുട്ടി, എന്നാ താക്കോൽ പിടിച്ചോ, ആ മച്ചിൻ്റെ കൂടി പോയി നോക്കിക്കോ, നിറച്ച് പാത്രമുണ്ട്. അങ്ങനെ താക്കോൽ കൊടുത്തു. രാമൂട്ടി മച്ചിൻ്റെ ഉള്ളിൽ തുറന്നു. അയ്യോ, കൂരിട്ട്. തിരുമേനി എന്താ ചെയ്യുക? സാരില്ല. ഇത് ഇന്നലെ മകൻ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ടോർച്ചാണ്, എടുത്തോളൂ. ഇത് അവിടെ കത്തിച്ചിങ്ങനെ വെച്ചാൽ മതി. ഇടയ്ക്ക് കെടുത്തൊന്നും വേണ്ട, കത്തിച്ച് അവിടെ വെച്ചോളൂ. വേണ്ട പാത്രങ്ങൾ എടുത്ത് മാറ്റിക്കോളൂ. അങ്ങനെ രാമൻകുട്ടിക്ക് വേണ്ടതായ, കല്യാണത്തിന് വേണ്ടതായ പാത്രങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു മാറ്റി. ഇറങ്ങാറാവുമ്പോഴേക്കുണ്ട് വേഗം തിരുമേനി അവിടെ എത്തി. അല്ലല്ല, ഇറങ്ങാൻ വരട്ടെ, ബാക്കി എത്ര പാത്രങ്ങളുണ്ട്? ഈ പുസ്തകം നോട്ട് ബുക്ക് ഉണ്ടല്ലോ, നിങ്ങൾ എടുക്കുന്ന പാത്രം ആദ്യം എഴുതുക. എത്ര പാത്രം ഇനി അതിലുണ്ട്? പല ആൾക്കാരും വന്ന് ചോദിക്കുന്നു. അപ്പം അതുകൊണ്ട് നിങ്ങൾ എത്ര പാത്രം അവിടെയുണ്ട് അതൊന്ന് എഴുതൂ. അങ്ങനെ ആ പണി ഏൽപ്പിച്ചു. തിരുമേനി വന്ന് കസേരയിലിരുന്നു. അവിടുന്ന് എല്ലാം ഇറങ്ങാറാവുമ്പോൾ ഒരു ഒഴിവ് വരട്ടെ, രാമൂട്ടി വരട്ടെ. പിന്നെ മകൻ ഇന്നലെ അമേരിക്കയിൽ വന്നു, 2 ആഴ്ച കഴിഞ്ഞാൽ അവൻ പോകും. അപ്പം ബാറ്ററി വാങ്ങണ്ടേ എനിക്ക്? എന്താ അതിൻ്റെ ബാറ്ററി? അപ്പം അതിൻ്റെ ബാറ്ററിയുടെ പേര് കൂടി ആ കടലാസിലൊന്ന് എഴുതൂ. ബാറ്ററി അറിയാൻ തിരിപ്പിച്ചു, പോയി, വെളിച്ചം പോയി. ഏതൊരു ബാറ്ററിയുടെ വെളിച്ചത്തിൽ എല്ലാം കണ്ടുവോ, ആ ബാറ്ററിയുടെ വെളിച്ചത്തിൽ അതിന് നിദാനമായ ബാറ്ററിയെ കാണാൻ സാധ്യമല്ല. ഏതൊരു ബുദ്ധി കൊണ്ട് ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ നമ്മൾ കണ്ടുവോ, എല്ലാ ജ്ഞാനവും നേടിയോ, ആ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന ആ തത്വത്തിനെ, ആ ബ്രഹ്മതത്വത്തിനെ ഒരിക്കലും അറിയാൻ സാധ്യമല്ല. അജ്ഞാത്വാ തേ മഹത്വം. ഹേ ഭഗവൻ, അങ്ങനെ അങ്ങയുടെ മഹത്വത്തെക്കുറിച്ച് അറിയാതെ യതിഹ നിഗദിതം, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, തെറ്റുകളൊക്കെ ഉണ്ടാവും. 2019 എന്നുള്ളത് 1019 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അനേകം തെറ്റുകളുണ്ടാവും. അജ്ഞാത്വാ തേ മഹത്വം യതിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേധാഹ. ഹേ വിശ്വനാഥ, വിശ്വത്തിൻ്റെ നാഥൻ, ജഗന്നാഥൻ,
പ്രപഞ്ചത്തിനെ മുഴുവൻ ഭരിക്കുന്ന നാഥൻ. ചിന്മയ മിഷനിൽ അധ്യാത്മ ചൈതന്യ പ്രബുദ്ധ ചൈതന്യ എന്ന് പറഞ്ഞ് ഒരു സ്വാമി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ അധ്യാത്മാനന്ദ സ്വാമിയായി കൊല്ലത്തിരിക്കുന്നുണ്ട്. അദ്ദേഹം എപ്പോഴും ഒരു കഥ പറയും. വിശ്വനാഥ, ഒരു സ്വാമി ഒരു ഭക്തരുടെ വീട്ടിലേക്ക് ഒരു സന്ധ്യാസമയത്തെത്തി വന്ന് കയറി. ഭക്തർ സ്വീകരിച്ചു. എന്തൊന്നില്ലാത്ത സന്തോഷം. സ്വാമി എൻ്റെ വീട്ടിലേക്ക് വന്നു, സന്തോഷത്തോടെ സ്വീകരിച്ചു. കാല് കഴുകി, ഉള്ളിക്കൊണ്ട് ഇരുത്തി, കാല് കൊടുത്തു, ഭർത്താവിനെ വിളിച്ച് പരിചയപ്പെടുത്തി. ഭർത്താവിനെ അറിയില്ല, പരിചയപ്പെടുത്തി. പല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. സ്വാമി രാത്രി ഒന്നും വേണ്ടപ്പോൾ പാല് കുടിച്ചല്ലേ ഉള്ളൂ. അല്ല, എന്തെങ്കിലും കഴിക്കണം, എന്നാൽ ഗോതമ്പ് കഞ്ഞിയാവട്ടെ. അങ്ങനെ ഗോതമ്പ് കഞ്ഞി കൊണ്ടുണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്തു. സ്വാമിക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ളൊരു മുറി, ആ മുറിയിൽ നല്ല ശുഭ്രവസ്ത്രം കൊണ്ടുള്ളതായ വിരിപ്പെല്ലാം വിരിച്ച് ഇതാക്കി ചുക്കുവെള്ളം എല്ലാം വെച്ചു. സ്വാമി കിടന്നോളൂ. ഭാര്യയും ഭർത്താവും കൂടി അവരുടെ മുറിയിലേക്ക് പോയി. ഭർത്താവ് ചോദിച്ചു, എവിടേക്കാണ് പോകുന്നത് സ്വാമി? എനിക്കറിയില്ല. സ്വാമി വന്നു, നമ്മൾ സ്വീകരിച്ചു, നാളെ പോവുമായിരിക്കും. സ്വാമി പോകുന്ന മട്ടയില്ല. നാല്, അഞ്ച്, ആറ്, 7 ദിവസമായിട്ടും സ്വാമി പോകണില്ല. ഇപ്പം അമ്മയ്ക്ക് തന്നെ ബുദ്ധിമുട്ടായി. എവിടേക്ക് ഒന്ന് പോകാനൊരു നിവൃത്തിയില്ല. അപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ഒരു സൂത്രം കണ്ടുപിടിച്ചു. രാത്രിയിൽ രാവിലെ ഇവർ എണീച്ച് 6 മണിക്ക് എണീച്ച് വരികയാണ്. ആ സമയത്ത് സ്വാമി കുളിയെല്ലാം കഴിഞ്ഞ് നേരത്തെ എണീക്കും. 4 മണിക്ക് എണീച്ച് കുളിയും പൂജയും എല്ലാം കഴിഞ്ഞ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴും ഇന്നും അതുപോലെ തന്നെ ആ സെറ്റിയിലെങ്ങനെ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്നു. നമസ്കാരം പറഞ്ഞു. ഉള്ളിലേക്ക് ആ ഇത്തിരി അപ്പുറത്തായിട്ടാണ് അടുക്കള. രണ്ടുപേരും കൂടി അടുക്കളയുടെ ഉള്ളിലേക്ക് കടന്നു. ഒരൊറ്റ അടക്കൽ. 2 മിനിറ്റ് കഴിഞ്ഞു. അയ്യോ എന്നെ തല്ലിക്കൊല്ലുന്നേ, അയ്യോ എന്നെ തല്ലിക്കൊല്ലുന്നേ. ഇത് കരച്ചിൽ. ഒരു 2-3 മിനിറ്റ് അതുണ്ടായിരുന്നു. ഭർത്താവ് വന്ന് മെല്ലെ വാതിൽ തുറന്ന് നോക്കി. സ്വാമി ഇല്ലേ അവിടെ? വടി വടി എൻ്റെ സൂത്രം വലിച്ചു. 2 പേരും കൂടി വന്നു. മുറിയുടെ ഉള്ളിൽ പോയി നോക്കി, അവിടെ ഇല്ല. പൂ വലിക്കാൻ പോയിട്ട് നോക്കി, അവിടെ ഇല്ല. ഭർത്താവ് പറഞ്ഞു, ഞാൻ പുറത്തിറങ്ങി നോക്കട്ടെ. അങ്ങനെ പുറത്ത് പോയി ഒരു 2 ഫർലോങ് ദൂരം കാണാം. ഇല്ല. എൻ്റെ സ്വാമി പുല്ല് മുളയ്ക്കാത്ത വിധത്തിലാണ് ഓടിപ്പോയിരിക്കുന്നത്. 2 പേരും കൂടി ചിരിച്ചുകൊണ്ട് സ്വാമി ഇരുന്ന സെറ്റിയിൽ വന്നിരുന്നു. ഞാനേ കരയാതെ കരഞ്ഞുകൊണ്ടല്ലേ അങ്ങനെ സ്വാമി പോയത്. ഓഹാ, അങ്ങനെയാണോ? ഇതാണെന്ന് എൻ്റെ കരച്ചിൽ. ഞാൻ തല്ലാതെ തല്ലിയത് കൊണ്ടല്ലേ അങ്ങനെ ആയത് കരച്ചിൽ. അപ്പോൾ എന്ന് അടിയിൽ നിന്ന് ഒരു ചാടി എണീറ്റു. 2 പേരും ചാടി എണീറ്റു. ഞാൻ പോകാതെ പോയത് കൊണ്ടല്ലേ നിങ്ങൾ സന്തോഷിക്കുന്നത്. ഇനി കഥ വിടണം. ഇവിടെ എന്തൊക്കെയാണ്? തല്ലാതെ തല്ലി, കരയാതെ കരഞ്ഞു, പോകാതെ പോയി, അതുപോലെ വരാതെ വന്നതാണ് ഈ കാണുന്ന ലോകം. വരാതെ വന്നത് വിശ്വനാഥ, വരാത്ത വിശ്വമാണ്. ഇതൊരിക്കലും വന്നിട്ടില്ല. ഇത് ഭഗവാന്റെ ശക്തിയായ മായ. ആ മായ ഉണ്ടാക്കി കാണിക്കുന്നതാണ്. മരുഭൂമിയിലെ കാനൽ ജലം പോലെ നമ്മൾ കണ്ട് ഭ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഭ്രാന്തി മജ്ജൽ. നമ്മളെല്ലാവരും അങ്ങനെ മായയിൽ മുങ്ങിയവരാണ്. എന്നാൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? ഇല്ല. മരുഭൂമിയിൽ വെള്ളം ഇല്ല എന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ആദ്യത്തെ സ്ഥാനത്ത് വന്ന് നോക്കുമ്പോഴോ വീണ്ടും വെള്ളം അടുത്ത്. അപ്പോൾ തള്ളിക്കളയാൻ പറ്റുമോ? ഇല്ല.
ഇതിങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി ഈ ശരീരം കൊണ്ട്, ഈ ശരീരം നശിക്കുന്നതിന് മുമ്പ് ആ തത്വത്തിനെ, ബ്രഹ്മതത്വത്തിനെ, സച്ചിദാനന്ദ തത്വത്തിനെ സാക്ഷാത്കരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. വിശ്വനാഥ ക്ഷമേധാഹ, ഞാൻ എന്ത് തെറ്റിയിരുന്നെങ്കിലും അങ്ങ് ക്ഷമിക്കണമേ. ഞാനിതാ ഈ നാരായണീയ സ്തോത്രം 100 ദിവസത്തിനുള്ളിൽ ഇതപ്പോൾ എഴുതി അങ്ങക്ക് സമർപ്പിക്കുകയാണ്. സ്തോത്രം ചെയ്തൽ സഹസ്രോത്തരം, 1000-ൽ കൂടുതൽ. 1000 ഞാൻ ഉദ്ദേശിച്ചത്. 1000 ഭഗവാൻ പറഞ്ഞത്. മഹാത്മ്യം എടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം. സനൽകുമാർജി അത് അടിച്ചിട്ടുണ്ട്, വേണ്ട ഒരു പുസ്തകം മേടിച്ചിട്ട് പോകും. 1000 ശ്ലോകങ്ങൾ ഉദ്ദേശിച്ചു, പക്ഷെ എഴുതി വന്നപ്പോൾ കഥ കഴിയണ്ടേ, അങ്ങനെ 1034 ശ്ലോകങ്ങളായി. അങ്ങനെയുള്ള സഹസ്രോത്തരം അധികതരം, അത് ത്വൽപ്രസാദായ ഭൂയാൽ, അങ്ങയുടെ അനുഗ്രഹത്തിനായിട്ട് വരട്ടെ. ഇത് ഭാഗവതത്തിനെ സംഗ്രഹിച്ചിട്ടുള്ളതാണ്. അതിന് ഞാനൊരു പേരിടുന്നു, ദ്വേധാ നാരായണീയം. ഇത് നാരായണനെ കുറിച്ചുള്ളതാണ്. പ്രപഞ്ചത്തിനെ മുഴുവൻ, ഇല്ലാത്ത പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കുന്ന നാരായണൻ, ഇല്ലാത്ത പ്രപഞ്ചത്തിനെ ഉള്ളതായി കാണിക്കുന്ന ആ മായയെ നിയന്ത്രിക്കുന്ന നാരായണൻ. പിന്നെയോ ഇത് എഴുതിയ ഞാൻ നാരായണൻ. ദ്വേധാ നാരായണീയം ശ്രുതിഷു, വേദങ്ങളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ജനുഷ സ്തുത്യതാവർണ്ണനേന. ഭഗവാന്റെ അനേകം ജന്മങ്ങൾ എടുത്തിട്ടില്ലേ? എത്രയോ ജന്മം എടുത്തിരിക്കണത് അറിയില്ല. അത്ര വലുതാണ് ഈ കാലം. ആ അദ്ദേഹത്തിൻ്റെ ആ ലീലകളെല്ലാം സാധിക്കുന്നത്ര വർണ്ണിക്കുക. ജനുഷ സ്തുത്യതാവർണ്ണനേന, അവതാര ലീലകളെ കൊണ്ടാണ് ഭഗവാനെ സന്തോഷിപ്പിക്കേണ്ടത്, ഭഗവാനെ വർണ്ണിക്കേണ്ടത്, ഭഗവാന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പ്രകാശിപ്പിക്കേണ്ടത് എന്ന് ആ ശ്രുതികളിൽ പറഞ്ഞിട്ടില്ലേ? സ്ഫീതം, അത് മുഴുവൻ ഇതിലുണ്ട്. ലീലാവതാരൈഹി, ഭഗവാന്റെ അവതാരങ്ങൾ, ആ അവതാരങ്ങളിൽ ഭഗവാൻ ആടിയതായ ലീലകൾ, അതെല്ലാം ഞാനിതിൽ കഴിയുന്നത്ര 1034 ശ്ലോകങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കുരുതാം ആയുരാരോഗ്യ സൗഖ്യം, ഇത് എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും സൗഖ്യത്തെയും പ്രദാനം ചെയ്യണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. നാം എന്ത് ചെയ്യുന്നുവോ അത് അന്യന്മാർക്ക് ഉപകാരപ്രദമാവണം. അതാണ് ഭഗവാൻ ഗീതയിൽ എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. തീർച്ചൂർ ലോകസംഗ്രഹം, ജനങ്ങളുടെ നന്മയെ ലാക്കാക്കി ചെയ്യൂ. ഞാനിപ്പോൾ ജനങ്ങളുടെ നന്മയെ ലാക്കാക്കിയിട്ടാണ് ഈ വിധത്തിൽ ഒരു നാരായണീയം രചിച്ചത്. അത് ഭഗവത് പ്രേരണയാണ്. മാഹാത്മ്യം എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഭഗവാൻ എല്ലാം ആ മാഹാത്മ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ആരിത് പാരായണം ചെയ്യുന്നുവോ, ആരിതിനെ വർണ്ണിക്കുന്നുവോ, ആരിത് കേൾക്കുന്നുവോ, അവർക്കെല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും സൗഖ്യവും അങ്ങ് പ്രദാനം ചെയ്യണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദശകം ഉപസംഹരിച്ചിരിക്കുകയാണ്. നമ്മളും അതിനെ ഉപസംഹരിക്കണം. എല്ലാ ഭക്തജനങ്ങൾക്കും ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.